അപ്പൊ ഇത് നമുക്ക് കഴിച്ച വലിയ കുഴപ്പമുണ്ടാവില്ലാണ് നമ്മുടെ ഇതിലൊന്നും കാണുന്നില്ല. ഇതില് നിങ്ങൾ വർത്താനം പറഞ്ഞിട്ടാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. ഹായ് ഹലോ, ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെറായിലുള്ള ക്ലബ് മഹീന്ദ്ര ബീച്ച് റിസോർട്ടിൽ സ്റ്റേക്കേഷന് പോയ സമയത്ത് എടുത്ത വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നാൾ മുന്നെയാണ് അവിടെ സ്റ്റേക്കേഷന് പോയത്. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം നാളെടുത്തു. എനിക്ക് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട രീതിയോ എഡിറ്റ് ചെയ്യേണ്ട രീതിയോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ടൈം എടുത്തത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു 2 നൈറ്റാണ് അവിടെ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ റിവ്യൂസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നു. ബാക്കി ഒരു ടീമുകാർ പോയിട്ടുണ്ട്. അനിയത്തിമാരൊക്കെ ഉറങ്ങുകയാണ്, അനിയന്മാർ ഉറങ്ങാൻ തോന്നുന്നു. അമ്മയും നേനയും അനിയച്ചാരനൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എന്ത് കിട്ടും തിന്നാൻ എന്ന് നോക്കാം. ഇറങ്ങിയപ്പോൾ ഫുഡ് തേടിയിട്ട് നടക്കാണ്. കുറച്ച് വഴി നടക്കണം ഹോട്ടലൊക്കെ എത്താനായിട്ട്. നമ്മുടെ നാട്ടിലുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത് ആരുമില്ല, അങ്ങനെ വന്നിട്ടില്ല ആരും. അപ്പം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ്രോയിഡ് സോ കട്ടൻ ചായ. ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കാന്ന് വെച്ചു. എനിക്ക് ഭയങ്കര ചൂടെടുക്കും. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബീച്ച് സൈഡ് പോവാന്ന് വിചാരിക്കണം. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നന്നായി ടാൻ അടിക്കാൻ പറ്റും. വെയിൽ ടാനിന് മാത്രമല്ല സ്കിൻ അലർജിയും കൂടി ഉണ്ട്. സൺസ്ക്രീൻ ഇട്ടെങ്കിലും മതിയാവും തോന്നുന്നില്ല. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഓൾറെഡി ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി സമയത്ത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അധികമായി നമ്മൾ നടക്കണം. ഇതുവരെയൊക്കെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ബീച്ചിൻ്റെ ഏത് ഭാഗത്താന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് റിസോർട്ടിങ് നടക്കാം. കാരണം അവരെന്തായാലും തിരിച്ചങ്ങടാണല്ലോ വരിക. ഗുഡ് മോർണിംഗ് പറ. ഞാനൊരു ഡ്രസ് ചേഞ്ച് ചെയ്തത് നല്ല ഒരു ഉടുപ്പ് ദിനമായതുകൊണ്ട് ഞാനുടുപ്പ്, അമ്മ ഉടുപ്പ്, മേമ ഉടുപ്പ്, അമൃത ഉടുപ്പ്. അമൃതയും ചോദിച്ചു ഫുഡ് കഴിക്കാൻ പോയിക്കാം. അവർ വന്നിട്ടില്ല. ഹായ്. ഇപ്പോഴാണ് റെഡി ആയിട്ട് രണ്ടുപേരും സെറ്റായി ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാൻ. ഹായ് പറ. ഹായ്. നമ്മളിപ്പോൾ അച്ചുവിൻ്റെ അബിയുടെ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. മേമയുടെ പിള്ളേരുടെ റൂമിലേക്ക്. അവരുടെ റൂം എണീറ്റുണ്ട്. അച്ചു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങടാ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? എന്ത്? ബ്രെഡ് ഓംലെറ്റ്. fancy egg omelette is what I had. ഹായ് പറ. ഇതാണ് എൻ്റെ മേമ. ഞങ്ങൾ ഒരേ ചായ എല്ലാവരും പറയാറുണ്ട്. സോ നമ്മളിപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതിയിട്ട് പൂൾ സൈഡിലേക്ക് ലേക്ക് സൈഡിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക. നിങ്ങൾ രണ്ടുപേരുടെ ആദ്യം എടുക്കൂ. ആണോ? ഇനി കുറച്ച് ഫോട്ടോ സെഷൻ പരിപാടിയാണ്. അതിൻ്റെ ഇടയിലത്തെ കുറച്ച് അലമ്പുകളും കൂടി നിങ്ങൾ കാണേണ്ടി വരും കേട്ടോ. സെൽഫി എടുക്കാം. ഇതിലൊന്നും കാണുന്നില്ല. ഇതില് അത് അമ്മ ഇപ്പൊ നീങ്ങിരുന്നോണ്ടാ. നിങ്ങൾ വർത്താനം പറഞ്ഞിട്ടാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ ഫോട്ടോ എങ്ങനെ എങ്ങടാ പോണ്ട അബി? എന്താ എങ്ങട് നിന്നെ എങ്ങട് എടുക്കാൻ? നീയാണ് എന്നെ കൊണ്ടുപോണ്ടത്. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഏട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമോ? എത്ര മണിക്ക്? 11:30. ബ്രഞ്ച്. എന്താ കഴിക്കണേ?
ബ്രെഡ് ഓംപ്ലേറ്റ്. എങ്ങനെയുണ്ട്? യമ്മി. നീ എന്താ പറഞ്ഞേക്കണേ? ഒന്നും വേണ്ടേ? ബൂസ്റ്റ്. ബൂസ്റ്റ് പറഞ്ഞു. ഇവിടെ ഹാപ്പി ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്, പിന്നെ ഉള്ളിൽ സൈക്കിളൊക്കെ കണ്ടിരുന്നു. അപ്പം നമുക്ക് സൈക്കിൾ റൈഡൊക്കെ ചെയ്യാം. ഈ ഒരു വഴിയിലൊക്കെ നമുക്കിങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്യാം. ഗെയിംസ് കളിക്കാതിരിക്കുകയാണോ? ഇവിടെ കുറേ ബോർഡ് ഗെയിംസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് സ്നേക്ക് ആൻഡ് ലാഡറും കണക്റ്റും അതുപോലെ ലുഡോയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഇൻഡോർ ഗെയിംസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അപ്സ്റ്റേഴ്സിൽ പോയി നോക്കി. അവിടെയാണ് നമ്മുടെ പൂൾ ടേബിളും അതുപോലെ ടേബിൾ ടെന്നീസും പിന്നെ മിനി സോക്കറും അങ്ങനെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ ഫാമിലി മാത്രമായിരുന്നുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അതുപോലെ തന്നെ വേറെ റഷോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പീസ്ഫുള്ളായിട്ടാണ് നമുക്ക് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റിയത്. എന്താ ഈ ഗെയിമിൻ്റെ പേരെന്താ? ഫുട്ബോൾ. ഹാൻഡ്ബോൾ. കുറച്ച് നേരം ടേബിൾ ടെന്നീസ് പരീക്ഷിച്ച് നോക്കി. നടപടിയാവില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ ബാറ്റ് മേമയ്ക്ക് കൈമാറി. ഇത് കിഡ്സിനുള്ള പ്ലേ ഏരിയ ആണ്, പക്ഷേ മേമയുടെ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി അവരവിടെ പിടിച്ചിരുത്തിയതാണ്. പിള്ളേരൊക്കെ അക്രമമായിട്ടായിരുന്നു അവർ കാണിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഫിഷിങ്ങിന് പോവാണ്. ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചൂണ്ടയുടെ അറ്റത്ത് ഗോതമ്പൊക്കെ വെച്ചിട്ടാണ് ഫിഷിങ്ങിന്. മീൻ കിട്ടുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഞാനല്ല, അനിൽ ചേട്ടനാണ് ചൂണ്ടിടുന്നത്. പിള്ളേരെ ഞാൻ വിളിക്കും. ഈ ഗോതമ്പിൻ്റെ മാവാണ് നമുക്ക് ഫിഷിങ്ങിൻ്റെ ഫീഡായിട്ട് തന്നിട്ടുള്ളത്. ഇവിടുത്തെ കിച്ചണിൽ തന്നെയാണ് തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സൈഡ് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇവിടെ കുറച്ചായിട്ട് നിന്നിട്ടും ഒന്നും നടപടിയാവണില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് നോക്കാമെന്ന് വെച്ചു. അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് ചൂണ്ടയിട്ടപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കരിമീൻ കിട്ടി. ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിഷിങ്ങിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ടൈമിലാണ് നമുക്ക് കറക്റ്റ് മീൻ കിട്ടിയതും, അതും കരിമീൻ. മീനിനെയൊക്കെ ചൂണ്ടയിൽ തന്നെ കൊളുത്തി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ കയാക്കിങ്ങിനൊക്കെ പറ്റും. അതിന് ചാർജബിളാണ്. 150 പ്ലസ് ടാക്സോ അങ്ങനെ എന്തോ ആണ്. കാലിട്ടിരിക്കാൻ പാടില്ല അവിടെ. അബി ചൂണ്ടിടുന്നത് ഗോതമ്പ്. അങ്ങനെ വീണ്ടും നമുക്ക് ഫിഷിനെ കിട്ടി. അതും കരിമീൻ തന്നെയാണ്. ഈ ലേക്കിൽ കരിമീൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിടിക്കുന്നത് മുഴുവൻ കരിമീൻ തന്നെയാണ്. ആ കൊളുത്തിട്ടേക്ക. ആ നൂലുമ പിടിച്ചിട്ട് പൊന്തിച്ചോക്ക്. 3 എണ്ണം ഉണ്ട്. ആ ഇവിടെ ഫിഷിങ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ച മീനിനെ ഒന്നില്ലെങ്കിൽ തിരിച്ച് ലേക്കിലേക്ക് ഇടണം, അല്ലെങ്കിൽ കിച്ചണിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഹാൻഡ് ഓവർ ചെയ്താലും നമുക്ക് വേണ്ടി അവർ കുക്ക് ചെയ്ത് തരില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ കൊളുത്തഴിച്ച് തിരിച്ച് ലേക്കിലേക്ക് തന്നെ മീനിനെയൊക്കെ ഇട്ടു. ഇവർ കുക്ക് ചെയ്ത് തരില്ല പറഞ്ഞുകൊണ്ട് നമ്മൾ ഫിഷിങ്ങൊക്കെ അവസാനിപ്പിച്ച് പുറത്തേക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും കൂടി 2 കാറിലാണ് പോകുന്നത്. സോ നമ്മൾ ഏട്ടൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ ബേബി ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടുത്തെ ഫുഡൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കട തപ്പി പോവുകയാണ്. റിസോർട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ബാബുവേട്ടൻ്റെ കട എന്നാ പറഞ്ഞത്, പക്ഷെ ഇവിടെ ഇപ്പോൾ ശിവേട്ടൻ്റെ കട എന്നായിരിക്കും. ഫൈനലി നമ്മൾ ബേബി ചേട്ടൻ്റെ കട കണ്ടുപിടിച്ചു. അവിടെ എത്തി. റഷ് അവേഴ്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ ഫാമിലി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പീസ്ഫുള്ളായിട്ടാണ് നമുക്ക് പ്രൈവസിയിലിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല കാറ്റും ഈ വഞ്ചി സെറ്റപ്പിലുള്ള സീറ്റിങ്ങും ഒക്കെ ആയിരുന്നു. എല്ലാവരും വിശന്ന് പണ്ടാരടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് എന്ത് കിട്ടും ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഓംലെറ്റാണ് പറഞ്ഞത്. അപ്പം നമ്മളെല്ലാവരും ഡബിൾ ഓംലെറ്റ് പറഞ്ഞു. കമ്പിൻ്റെ ആവശ്യമില്ല.
ഫുഡ് വരാനായിട്ട് ഒരു 20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ടൈം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം കിട്ടിയ പാടെ അത് കുടിച്ച് പരിപാടി തുടങ്ങാമെന്ന് കരുതിയപ്പോഴാണ് അനിൽ ചേട്ടൻ അതിൻ്റെ സവിശേഷതകളെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് കേട്ടു നോക്കും. അപ്പോഴേ ഇത് നമ്മുടെ പാലക്കാട് ചിറ്റൂര് നല്ല പനങ്ങളില്ലേ, അത് ചെത്തി ഉണ്ടാക്കണ മാതിരിയുള്ള കള്ള് ഇവിടെ അടുത്ത് തെങ്ങുന്ന് ചെത്തി ഉണ്ടാക്കണ കള്ളാണിത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കഴിച്ച വലിയ കുഴപ്പമുണ്ടാവില്ലാണ് നമ്മുടെ താരം. നമ്മളങ്ങ് പടയ്ക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഇത് അടിപൊളി. നമ്മുടെ സേതയുടെ ബ്ലോഗിന് വേണ്ടിയിട്ട് നമ്മളിത് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് പടയ്ക്കാണ്. ഓക്കെ, അപ്പൊ പൊരിക്കണം മക്കളെ നമുക്കത്. ഓക്കെ, നല്ല കളാണ്, മധുരക്കളാണ്. കല്ല് മറ്റേതാ തെങ്ങുമെന്ന്. അങ്ങനെ 2, 3, 4 പറഞ്ഞിരുന്നപ്പോൾ തന്നെ ചോറ് വന്നു, പിന്നെ പുളിശ്ശേരി വന്നു, അച്ചാറുണ്ടായിരുന്നു, ക്യാബേജ് തോരനുണ്ടായിരുന്നു, പിന്നെ നമ്മൾ സ്പെഷ്യൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ എത്തി. നമ്മൾ മെയിനായിട്ട് ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാളാഞ്ചി ഫിഷിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് സാലഡൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാളാഞ്ചി കിട്ടിയപ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അച്ചുബിയൊക്കെ ഫ്രൈഡ് റൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് റൈസിൻ്റെ ഒപ്പം തന്നെ ഈ പുളിശ്ശേരിയും ക്യാബേജ് തോരനും ചാളക്കറിയും പിന്നെ നാരങ്ങാച്ചാറും ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. ബാക്കിയുള്ള തിങ്സാണ് നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്തതൊക്കെ. കാളാഞ്ചി ഫ്രൈ, പിന്നെ അതുപോലെ തന്നെ കക്ക റോസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ടേസ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഫിഷൊക്കെ നമ്മൾ പറയുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് അവർ ചെയ്തു തരാറ്. അങ്ങനെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിഷൊന്നും ആയിരുന്നില്ല, എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു. പിന്നെ റൈസിൻ്റെ ഒപ്പം ഇത്രയും കോംപ്ലിമെൻ്ററി കാര്യങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചില്ല. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ടേബിൾ കണ്ട ഒരു യുദ്ധം കഴിഞ്ഞ പോലെയായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ വ്ളോഗും എൻഡ് ചെയ്യാണ്. അപ്പോഴേ നമ്മുടെ സേത അടിപൊളിയായിട്ട് ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫ്രീ ആയിട്ട് കള്ളൊക്കെ വാങ്ങിത്തരാന്നാണ് പറയുന്നത്. ഹലോ, സബ്സ്ക്രൈബ്.